ഇവിടെ പറഞ്ഞതുപോലെ കിൻഫ്ര പാർക്കിലേക്ക് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നത് സുരേഷാണ്. മദ്രാസിൽ നിന്ന് മലയാള സിനിമ കേരളത്തിലേക്ക് മാറി വരുന്നൊരു കാലത്ത് അതിൻ്റെ പുറകിൽ വളരെ ശക്തമായി പ്രവർത്തിച്ച ഒരാളും സുരേഷാണ്. ഒരുപക്ഷെ അതുകൊണ്ടാകാം പ്രസാദ് ഇങ്ങനെ വളരെ ആൾക്കാർ കേരളത്തിലേക്ക് വന്നത്. ഞാൻ ഉൾപ്പെടെ വിസ്മയ സ്റ്റുഡിയോ വളരെ ഭംഗിയുള്ളൊരു ക്യാമ്പസാണ്. എൻ്റെ അകത്ത് മാജിക് അക്കാദമി ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. എൻ്റെ അകത്ത് ആനിമേഷൻ സെൻ്ററുണ്ട്. സുരേഷും അതുപോലെ സ്ഥലമെടുക്കുകയും പിന്നെ അത് ഡബിങ് ഒക്കെ ആയിട്ട് മാറിയിട്ട് കുറച്ചാൾ വെറുതെ കിടക്കുകയായിരുന്നു. എന്തായാലും ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് വരാൻ പോകുന്നത്. സിനിമയ്ക്ക് ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്യാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ. വളരെ വർഷത്തെ സിനിമയുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നിർമ്മാതാവായിട്ടും അഭിനേതാവായിട്ടും സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ തന്നെയാണ് ആദ്യം സിനിമ അഭിനയിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. തമാശയായിട്ട് പറഞ്ഞാലെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് നടത്താൻ കഴിവുള്ള ഒരാളാണ് സുരേഷ്. ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഏത് രീതിയിലായാലും ഉണ്ടാകുന്നതാണെന്ന് പറയുന്നു. മലയാള സിനിമയിൽ എല്ലാവരും ഈ പ്രസ്ഥാനത്തിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. എല്ലാവർക്കും നന്മ. രേവതി കലാമന്ദിർ തീർച്ചയായിട്ടും വലിയ പ്രസ്ഥാനമായിട്ട് മാറട്ടെ.